Hello guys, welcome back to shini'skitchen. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കാൻ. അതുപോലെ ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താണ് ഈ വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് ഈ വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 1 ലിറ്റർ പാലെടുക്കുക. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പാല് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കണം. ഇനി 3 ടേബിൾ സ്പൂൺ പാലെടുത്തതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നിങ്ങൾ പാലെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാല് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ഡ്രിങ്കിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഡ്രിങ്കിന്. ഇപ്പം നമുക്ക് പാലൊന്ന് വെച്ച് കൊടുക്കണം. പാൽ ഞാൻ ഇപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിലേക്ക് ഞാനാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ പാലം തിളച്ച് വരുന്ന സമയത്തിന് നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിര ഇടണം. അപ്പം ഞാൻ ഇവിടെ കസ്കസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടി ഊറ്റിയിട്ട് ഒന്ന് കുതിരാൻ വെക്കുവാണ്. അപ്പം നിങ്ങൾ ഈ കസ്കസ് ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടും. അപ്പം നമ്മുടെ കസ്കസ് ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയിപ്പം പാലും തിളച്ച് നോക്കണം. അപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇറക്കി വെച്ച കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ കസ്റ്റാർഡ് കട്ട കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കസ്റ്റാർഡ് ഊറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പാലിവിടെ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് തണുപ്പിക്കണം. റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഞാൻ റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ഫുള്ളൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് കുറച്ച് അടിച്ചിട്ട് കുറച്ച് മാറ്റിയതാണ്. അതിലേക്ക് ഞാനൊരു ഡ്രോപ്പ് പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി, അതുപോലെ പിസ്തയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് ഗ്രീൻ ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ രണ്ടിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആപ്പിളൊക്കെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ അടിയിൽ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു 3 ടീസ്പൂണാണ് കസ്കസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആ ഡ്രിങ്ക് ഒന്ന് ഊറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മറ്റേ ജ്യൂസും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കസ്കസ്, അതിനുശേഷം നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ്, നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് പിസ്താഡിയാണ്, ഇപ്പോൾ ഇത് കസ്റ്റാർഡിൻ്റെയാണ്. കസ്റ്റാർഡ് മിക്സും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂസ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെൽക്കം ഡ്രിങ്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ടിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.